അലോൺ. ബെസ്റ്റ്. അതിഥികളെ സ്വീകരിക്കാൻ പറ്റിയ വേഷം. നിന്നെ പോലുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശരിക്കും വേഷം വേണ്ട. പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണോ ഇങ്ങനെ? നീ എപ്പോഴാ പെൺകുട്ടിയായത്? ഞാനല്ല. വേഷവും വർത്താനം കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ ഇല്ലേ? ശരി, ഇതാരാണെന്ന് അച്ഛന് മനസ്സിലായോ? എടാ, ആളും തരവും കണ്ട തിരിച്ചറിയാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ വെറും പോഴനല്ല. മോള് വാ. എന്തായത്? പവിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് എന്തൊക്കെ തോന്നിയാസാ പറഞ്ഞത്. അപ്പോഴത്തെ രസത്തിന് ഓർക്കാതെ ഐ എം സോറി, റിയലി സോറി. ഇനി ഇവനെ കുരങ്ങളിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനും ഞാനുണ്ട്. സപ്പോർട്ടൊക്കെ ചെയ്തോ? അകത്തെന്തോ കരിഞ്ഞു മണക്കുന്നുണ്ട്. അയ്യോ, പാലെടുപ്പത്തിരിക്കുക. അച്ഛനെ എന്തിനാ പവി ഇങ്ങനെ ഓടിക്കുന്നത്? ജോലിക്കാരെങ്കിലും നിർത്തിക്കൂടെ? അതിന് സമ്മതിക്കണ്ടേ? മോന് കൊടുക്കാനുള്ള ആഹാരം വൃത്തിയുള്ളതായിരിക്കണം, രുചിയുള്ളതായിരിക്കണം. ഞാൻ ഇപ്പോഴും വെറുതെ ഇല്ല കുഞ്ഞാന്ന് അച്ഛന്റെ വിചാരം. എന്നാലും ഇത് ഇത്തിരി കഷ്ടാട്ടോ പവി. പവിയുടെ അമ്മ മരിച്ചിട്ട് എത്ര കാലായി? അന്നെനിക്ക് 1.5 വയസ്സാന്ന് അച്ഛൻ പറഞ്ഞേ. പിന്നെന്താ അച്ഛൻ വേറെ വിവാഹം കഴിക്കാതിരുന്നത്? അന്നൊക്കെ ഒരുപാട് പേര് നിർബന്ധിച്ചതാ. വന്നു കയറുന്ന പെണ്ണുമ്പിള്ള സ്വന്തം മക്കളെ ദ്രോഹിച്ചാലോ? രണ്ടാനമ്മ എപ്പോഴും ദുഷ്ടകഥാപാത്രമാണല്ലോ. എന്തായാലും യു ആർ സോ ലക്കി പവി. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനല്ലേ ലക്കി. എന്താ മെന്നെ ഒരു സ്ത്രീ ശബ്ദം? എന്തായാലും നാരായണേട്ടന് കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല, സ്വല്പം പ്രായ കൂടുതലാ. ഹലോ അങ്കിൾ. ഹലോ. നിങ്ങൾ തമ്മിൽ അറിയൂ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കങ്കിൾ, നമ്മൾ തമ്മിലുള്ള അഫയറിനെ പറ്റി. നാരായണ എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു, ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ? ഈ നാരായണേട്ടന് ഇത് എന്താ പറ്റിയേ? നാരായണ ഒന്ന് നിന്നേ. നാരായണൻ വന്നാ? വരികയും ചെയ്തു, വന്ന പോലെ പോവുകയും ചെയ്തു. എന്താന്നറിയില്ല. എന്നെ കണ്ടിട്ട് ആളോടിയത്. അതെന്താ? ഞാനല്ലേ മൂപ്പിലാനെ കണ്ണു കാണിച്ചെന്ന് പാർക്കിൽ കൊണ്ടുവന്നത്. അത് നീയാണോ? പിന്നല്ലാതെ. മിടുക്കി. ഇങ്ങനെയുള്ള വായു നോക്കികൾക്ക് ഇത് തന്നെ ശിക്ഷ. ആ അങ്കിൾ എന്താ ഇവിടെ? അതറിയില്ലേ? ആ വായി നോക്കിയ അങ്കിളിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ ദേ ഇരിക്കണേ. കൂട്ടുകാരനെ കാണാൻ വന്നതാ. അയ്യേ, ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ മനസ്സിലായില്ല ആളുടെ സ്റ്റാൻഡേർഡ്. ഇവൻ ഈ പറയുന്നൊന്നും ഇല്ല മോളെ. അയാൾ ഒരു സാധുവാ. ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി. വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏത് പെണ്ണ് മുഖത്ത് പോയി ചിരിച്ചാലും അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നാ. അങ്ങനെയാ മോളുടെ കയ്യിലും വന്ന് പെട്ടത്. മോൾ ചായ കുടിച്ചേ. മോളെ എവിടെയാ താമസം എന്ന് പറഞ്ഞു? ആഹാ, ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? നമ്പർ 25 3rd സ്ട്രീറ്റ്, ഗിരിനഗർ. അതല്ല, ആരുടെ കൂടെയാ താമസിക്കുന്നതെന്ന്. എന്റെ മമ്മിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ ഒപ്പ. ആർട്സ് കോളേജിൽ പ്രൊഫസറാ. പപ്പയും മമ്മിയും സ്റ്റേറ്റ്സിലേക്ക് പോയപ്പോ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാ. പ്രീ ഡിഗ്രി മുതൽ ഞാൻ ടീച്ചറുടെ കൂടെ. ടീച്ചറിനെ ഞാൻ വിളിക്കുക, പക്ഷേ മമ്മിയേക്കാൾ എനിക്ക് അടുപ്പം ടീച്ചറോടാ. പവി, ആ സൈഡിലേക്ക് നിർത്തിക്കേ, ഞാൻ അവിടെ നോക്കിക്കോളാം. അച്ഛനെ ഞാൻ കടയിൽ ഡ്രോപ്പ് ചെയ്യാം. അതിന് റൗണ്ട് മുഴുവൻ ചുറ്റണ്ടേ? ഇവിടെ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നീ മോളെ കൊണ്ട് വിട്ടിട്ട് പോ. മറക്കണ്ട, അച്ഛനൊരു ദിവസം വീട്ടിലേക്ക് വരണം. നമ്പർ 25 3rd സ്ട്രീറ്റ്, ഗിരിനഗർ. ഒരു ദിവസം വിളിച്ചു പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ്. ശരി അച്ഛാ, ബൈ. കടലേം കുറച്ച് ഇരുന്നാ മതിയാ, പോണ്ടേ? നീ പോക്കോ. എനിക്ക് നമ്മുടെ ഓഡിറ്ററെ ഒന്ന് കാണണം. ഇയർ എൻഡിങ് അല്ലേ? അയാളെ കടയിലേക്ക് വിളിപ്പിച്ചാ പോരെ? അതല്ലേ പതിവ്. അല്ലല്ല, ഇന്നായാലും ഫ്രീ ആണ്. വീട്ടിൽ ചെന്നാൽ സൗകര്യമായിട്ട് കാണാന്ന് വിളിച്ചു പറഞ്ഞു. ചെല്ല, അത് ഞാനും പറഞ്ഞു. എന്നാ വേണം റെഡിയാവും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കാറിൽ പോക്കോളാം, നീ വിട്ടോ. വെറുതെ സമയം കളയണ്ട. ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ലോങ് ട്രിപ്പ്. ഇവിടെ അടുത്തല്ലേ. എന്തെങ്കിലും ചെയ്, വളർത്തു ദൂഷ്യം. അല്ലാണ്ട് എന്താ പറയാ, വയസ്സാം കാലത്ത് പിള്ളേര് പറഞ്ഞാൽ കേൾക്കണം. ആർക്കാണ് വയസ്സായത്? ഓ, എനിക്ക് വയസ്സായി തുടങ്ങിയെന്ന് പറഞ്ഞാണേ. അല്ലേ, ആളൊന്നും നല്ല ചുള്ളലായിണ്ടല്ലോ. വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള്. ഇത്തിരി പഞ്ചാര വീട്ടൊരു സോഡാ സർവത്തിന് കേട്ടോ. ഇപ്പൊ വേണ്ട പറയാ.
മറിയാമ്മ സാറിന്റെ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്താ? അല്ല, സ്റ്റേഷനില് വീണ്ടും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ചോദിച്ചതാ. എന്ത് പറ്റി അങ്കിൾ? അല്ല, വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള്. ട്രബിളോ? എടാ നീ ഒന്ന് നോക്കിയടാ, ഇപ്പൊ ഭയങ്കര മെക്കാനിക്. അല്ല, വേണ്ട, ഞാൻ ശരിയാക്കാം. അവര് നന്നാക്കി തരുമോ മാവാ? നീ സ്റ്റാർട്ടാക്കടാ. അങ്ങനെയല്ല, നീ എന്താണ് കാര്യം? വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള്. കൃത്യമായി ഇതിന്റെ മുമ്പിൽ തന്നെ വരുമ്പോ തന്റെ വണ്ടിക്ക് ഒരു ട്രബിളോ? മെക്കാനിക്ക് വല്ലതും ഉണ്ടോന്ന്. ഏത് മെക്കാനിക്ക്? ആരുടെ ഈ വണ്ടി? എന്താ കുക്കിനൊരു വണ്ടിയോ? ജീപ്പിപ്പോ ചെയ്യണോ? ചെല്ലേ, എന്താണ് അവിടെ കാര്യം? അങ്കിളിന്റെ വണ്ടി. അങ്കിളിന്റെ വണ്ടി കോഴപ്പടാ. ചെല്ലേ, നിന്റെ കടയിൽ കഞ്ചാവ് ബിസിനസ് ഉണ്ടോ? ഉണ്ടില്ല. ഉണ്ടില്ലേ? ഒരു പഴം ഇങ്ങോട്ട് എടേ. ആ എലിയമ്മ വാ. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, എടുത്തു തിന്നോ. നിങ്ങളുടെ കൂടെ പോയില്ലേ? റെഡിയായി. എന്തോ റെഡിയായി? വണ്ടി റെഡിയായി. അതിനിടയ്ക്ക് റെഡിയായോ? ആ പവനെ ഉദ്ദേശിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു. കയറി വണ്ടിയില്ലേ? വണ്ടി വിടാ. ആ അടാ ഇട്ടുവെക്കോ. വീട് പിടി. വേലാലി ഈ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ചെല്ല. ആ വല്ല സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ചോ. രാവിലെ ആരും ഒന്നും കഴിച്ചതല്ലോ. ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. വന്നേ. അല്ല സാറേ, ഇതെന്താ പെണ്ണ് കാണാൻ പോയോ? അല്ല, പുതിയ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഇത് പുതിയൊന്നുമല്ല, പഴയതാ. നിന്റെ മോലാളിയുടെ ഗ്ലാമർ കളയട്ടാന്ന് വെച്ചിട്ടല്ലേ ഞാൻ കളവിനായിട്ട് നടക്കുന്നത്. ആ മീശയും താടിയും കൂടി ഒന്ന് കറുപ്പിക്കാമായിരുന്നു. എന്താ? എന്താ അലമാരിയില് പഴയ പാന്റൊക്കെ ഇരിക്കുന്നു. സംഭവം നല്ല സ്മാർട്ട് ആയിട്ടുണ്ടെന്നാ കണ്ടവരൊക്കെ പറഞ്ഞത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നണത് പറഞ്ഞാൽ ചിലപ്പോ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കും. അല്ല, ഓഡിറ്ററെ കണ്ടോ? പിന്നെ കാണാണ്ട്. പക്ഷേ അയാൾ ആള് ശരിയല്ല. അതെന്താ? അയാൾ ഇന്ന് ഫ്രീ ആണ്, എക്സ്ക്ലൂസീവ് ആയിട്ട് എന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോഴോ ഒരു പൂരത്തിന്റെ ആള്. അപ്പൊ ആളെ കണ്ടില്ല. കാണാതെ പോരണമെങ്കിൽ മേനം വേറെ ജനിക്കണം. ഞാൻ ഇടിച്ചങ്ങ് കേറി. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തൊന്ന് തീർത്തങ്ങ് പറഞ്ഞു. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്യും. അതേതായാലും നന്നായി. അച്ഛനകത്തേക്ക് ടയർഡായിട്ട് വരികയല്ലേ? നമുക്ക് നീ കുറച്ച് വെള്ളം കുടിക്കാം. അച്ഛനിനി എ സിയിലിരുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. ഓ, അത്രേ ഉള്ളൂ. നിനി വയ്യ. ഹലോ മേനോൻ. ഓഡിറ്റർ സാർ അപ്പൊ ഒന്നു അച്ഛൻ അറിഞ്ഞൂടെ, ഇത് ഡബിൾ റോളാ. ഒന്ന് വീട്ടിലും ഒന്ന് ഇവിടെ. എന്താ ആളെ കളിയാക്കുന്നു? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത് ദൈവം നമ്പരാന് മാത്രമേ അറിയാവൂ. നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് ഇല്ല സാറേ. പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവരൊക്കെ എന്നാ ഇനി ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നേ? അല്ലേ? അച്ചോ, കള്ളനോ? നിന്റെ അച്ഛനാ? എന്റെ അച്ഛന് പറഞ്ഞോണ്ടല്ലോ അടിച്ചു ചെയ്തോടാ പാട്ടി. കൃഷ്ണകുട്ടി മേനോനാണെന്ന് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനെങ്ങനെ കരിഞ്ഞു പോയേ? അടുക്കളയിൽ ഗ്യാസ് വല്ലതും ലീക്ക്? ഞാൻ ഒന്ന് ഡൈ ചെയ്യാൻ നോക്കിയതാ. ഡൈ ചെയ്യാനോ? അച്ഛൻ ഇപ്പൊ ചാവാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ? ആ ഡൈ അല്ലടാ, ഒന്ന് കറപ്പിച്ചതാ. ഓ അതെ, ഒന്ന് നിന്നേ. എന്താ പെട്ടെന്ന് ഒരു കറപ്പിക്കല്? അതെ, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലും ജംഗ്ഷനിലും ഒക്കെ ഭയങ്കര റൂമർ. എന്ത് റൂമർ? ഞാൻ നിന്റെ അപ്പൂപ്പനാന്ന്. അത് റൂമറാണോ? നീ മാത്രം അങ്ങനെ ഗ്ലാമറായിട്ട് നടന്നാ മതിയോ? ഞാനും ഒന്ന് സ്മാർട്ട് ആവട്ടറാ. എന്നാ പിന്നെ അറിയാവുന്നവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഇല്ല നാട്ടുകാരെന്താ പറയാന്നറിയോ? മകൻ അച്ഛന്റെ തലയിൽ കരിയോയിൽ കമത്തിന്ന്. എന്താണ് ഒരിളക്കം? കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തളക്കം? വേണ്ട മോനെ, കൊക്ക് കറുത്താൽ കാക്കിയാവില്ല. പോരാത്തിന് ഇതേ ഓൾഡ് സ്റ്റോക്കാ. പെട്ടെന്നൊരു ചുവന്ന മഴ പെയ്താ കംപ്ലീറ്റ് ചുവപ്പാവും. പുറകെ പ്രാണിമഴയും. നല്ല രസമായിരിക്കും കാണാൻ. കുളിക്കാൻ കിണർ പോലും ഉണ്ടാവില്ല. കാലം അതാ. എക്സ്ക്യൂസ് മീ, ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? താങ്ക് യു. അതെ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഹിസ്റ്ററി ഓ ഡിപ്പാർട്ട്മെന്റ്. സോറി. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? റൈറ്റിലോട്ടാണ്. റൈറ്റിലേക്ക്.
റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ആയി. പോയിട്ട് വാ. അപ്പൊ താൻ വരുന്നില്ലേ? താൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ട്. ചെല്ലേ. പിന്നെ അന്നത്തെ പോലെ ആക്രാന്തമൊന്നും കാണിക്കരുത് കേട്ടല്ലോ. ഇല്ല. പോക്കോ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീദേവി ടീച്ചർ. ശ്രീദേവി ടീച്ചറിനെ ഇന്ന് കണ്ടില്ലല്ലോ. ലീവ് ലെറ്റർ കൊടുത്തയക്കാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. ആളിന്ന് ലീവാ. താങ്ക് യു. എന്തെങ്കിലും മെസ്സേജ്? ഇല്ല, നോ, ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലെ പോയാൽ മതി, ഈ വഴി. താങ്ക് യു. സിന്ദൂരാരണ വിഗ്രഹം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാംസ്കൃതമുഹീമാപീനക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണയത്നേഷകം ത്രികോൽപലം ബിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്ഷരണം ധ്യായേത് പരാമംബികാം സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിലസൽ ശങ്കചക്രാശ്രമ്യം ഭക്താഭീഷ്ടപ്രദാത്രീം ത്രിപുപധനഗരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശികുതമകടാം ശ്യാമളാംഗീം കൃപാദ്രാം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദ്ദുന്മൂലനായ ധ്യായേത് പദ്മാസനസ്ഥാം വികസിത. ഈശ്വര, നീ എന്നെ രക്ഷിച്ചു. പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം കൃഷ്ണവസ്ത്രാം കരകലിതല. നിന്നെ എന്താ ഇത്? വായിക്കാൻ ഇംഗ്ലീഷ് മലയാളം നീണ്ടു. ഇംഗ്ലീഷ് മലയാളം നീ കണ്ടു. കോളേജിൽ പിള്ളേരോട് കാണിച്ച തോന്നിവാസം ഭഗവാനോട് കാണിച്ച അങ്ങേരെ അതിന്റെ ഇരട്ടി തരും. ടീച്ചറിന്റെ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി അഞ്ജന നേരത്തെ കോളേജ് പോയതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അച്ഛൻ എന്തിനാ കോളേജ് പോയത്? മോനെ, ഉള്ള സത്യം പറയാലോ, ആ പ്രിൻസിപ്പലിനെ കണ്ട് +2 അഡ്മിഷന്റെ കാര്യം. +2 കോളേജില്ല? അല്ലല്ല, ഇത് BSc. അച്ഛൻ എന്താ കോളേജ് പഠിക്കാൻ പോവാ? എനിക്കല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ മാന. ഏത് ഫ്രണ്ട്? നീ അറിയത്തില്ല? ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ട് അച്ഛനുള്ളത്? അല്ല, ഇതെങ്ങും സിംഗപ്പൂരിലുള്ള. സിംഗപ്പൂരും? ഞാൻ എന്താ അടങ്ങി നിക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുള്ള ഭാവമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വല്ല വൃദ്ധസദനത്തിലാക്കും. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാൽ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. കഷ്ടം. ഏത് നേരത്തെ ഈശ്വര ഇങ്ങേരെ എന്റെ തന്ത ഏത്? ഓ, ഹലോ 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 ഹലോ
എത്ര വിളിച്ചാലും കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ആരെ അച്ഛൻ വിളിച്ചത്? ഞാൻ നമ്മുടെ ഓഡിറ്ററെ ഒന്ന് വിളിച്ചതാ. അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാലത്തെ പറഞ്ഞ പോലെ അക്കാര്യം മറന്നു. പ്രായമായാൽ ഓർമ്മക്കുറവുണ്ടാവും. എന്താ അല്ല, പരസ്യം. ജ്യോതിഷ് ബ്രഹ്മി നെല്ലിക്കാത്തളം കുറച്ച് നോക്കണോ? ഹലോ ഹലോ, ആരാത്? എന്താ വേണ്ടേ? ഹലോ, ഇത് ഏത് നമ്പറാണ്? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടേ? അല്ല, അഞ്ജനയാണോ? അതെ. പവിയ? അല്ല, അച്ഛൻ അങ്ങോട്ട് വിളിച്ചിരുന്നോ? എപ്പോ? കുറച്ചു നേരം മുമ്പ്. കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ഹലോ പറഞ്ഞപ്പോ റിപ്ലൈ ഇല്ല. ആരാന്നറിയില്ല. എന്താ പവി? ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ ബൈ. ബാബാ ഇരുന്നു. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ദാ ചെവിയും കേക്കണ്ടായ. അച്ഛൻ അഞ്ജനെ വിളിച്ചിരുന്നോ? ഞാൻ എന്തിനാ അഞ്ജനെ വിളിക്കുന്നേ? കള്ളത്തരം പറയരുത്. അച്ഛൻ ഫോൺ വെച്ച ഉടനെ ഞാൻ റീഡ് ചെയ്ത് നോക്കി. ഫോണിൽ ആ സൂത്രം വെച്ചിരിക്കുന്ന പിള്ളേർക്ക് കളിക്കാനൊന്നുമല്ല. വിളിച്ചൊന്ന് സമ്മതിച്ച എന്താ കുഴപ്പം? ശരിയാ, വിളിച്ചു. എന്തിന്? ചമ്മന്തി വിളിക്കാം. ചമ്മന്തി ആവാണ്ട് നോക്കിയാ മതി. എന്തിനാ വിളിച്ചേ? അല്ല, ഈ അവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, ഈ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറ. അച്ഛൻ എന്ത് ഗാനമേളയ്ക്ക് പോണ്ടോ? അല്ലല്ല, നമ്മുടെ ഈ മായക്കുട്ടി ഒന്ന് അയക്കാന്ന് വിചാരിച്ചു. മായക്കുട്ടിയാ? അവളൊരു മൂളിപ്പാട്ടെങ്കിലും പറഞ്ഞ അച്ഛൻ ഇതുവരെ കേട്ടോ? ഒന്നുമില്ല, എന്നാലും നിന്റെ ചേട്ടന് ഭയങ്കര നിർബന്ധം പാട്ട് പഠിപ്പിക്കണമെന്ന്. എവിടെങ്കിലും കൊള്ളാവുന്ന ടീച്ചർമാരുടെ പറയണമെന്ന് എന്നോട് പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്താ എടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓർക്ക പറയണം. നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും നിലനിർത്തിയത് മനസ്സിലായ? നിന്റെ ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ?